ഹലോ, നമുക്കിന്ന് വിനാഗിരിയും വെള്ളവും ചേർക്കാത്ത നല്ലൊരു അടിപൊളി മാങ്ങാച്ചാറിൻ്റെ റെസിപ്പി നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. കുറച്ച് ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായതിന് ശേഷം വെളുത്തുള്ളി ഇഞ്ചി ചതച്ചിടുക. എന്നിട്ട് ഫ്ലേവറിന് വേണ്ടി കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്കും എരിക്ക് വേണ്ടിയിട്ട് നമുക്ക് മുളകിട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാന്താരിയാണ് ഇട്ട് കൊടുക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ മാറി നിന്ന് വേണം ചെയ്യാൻ, കാരണം കാന്താരി പൊട്ടിത്തെറിക്കാൻ ചാൻസ് ഉണ്ട്. ഇത് നന്നായിട്ടൊരു ബ്രൗൺ കളർ ഒന്ന് മൊരിഞ്ഞ് കിട്ടിയതിന് ശേഷം നമുക്ക് പൊടി ഐറ്റംസ് ഇട്ട് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്ക് അരപ്പിന് വേണ്ടിയിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇത് വലിയ എരിയില്ലാത്ത മുളക് പൊടിയാണ് ഞാൻ 3-4 സ്പൂൺ ഇട്ടേക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് അതൊന്ന് എല്ലായിടത്തും ഒന്ന് എത്തിച്ചു കൊടുക്കാം. എന്നിട്ട് ഞാൻ കട്ടക്കായ ഇട്ട് കൊടുക്കുന്നുണ്ട്. കായപ്പൊടിയെക്കാട്ടി ടേസ്റ്റ് കട്ടക്കായത്തിനാണ്. എന്നിട്ട് നമുക്ക് ഒരു പാനിലേക്ക് കുറച്ച് കടുകും അതുപോലെ തന്നെ ഉലുവയും ഒന്ന് മൂപ്പിച്ചിട്ട് അത് പൊടിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കിയിട്ട് വേണം മിക്സ് ചെയ്യാനും. എന്നിട്ട് തീ ഒന്ന് ഓഫാക്കി വെക്കാം. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു അരപ്പ് കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. നന്നായിട്ട് അരപ്പ് എല്ലായിടത്തും എത്തിയതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഉപ്പിട്ട് വെച്ചിരിക്കുന്ന മാങ്ങ എടുത്ത് നമുക്ക് ഈ ഒരു അരപ്പിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. മാങ്ങ ഇട്ടതിന് ശേഷം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം. തീ ഓഫ് ചെയ്തിട്ട് വേണം നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ. എല്ലായിടത്തും മാങ്ങയിൽ മസാല പിടിക്കുന്ന രീതിയിൽ ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി മാങ്ങാച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. വിനാഗിരി ഇട്ടിട്ടില്ല. നമ്മൾ ആ ഒരു ഉലുവയുടെയും അതേപോലെ കടുകിൻ്റെയൊക്കെ നല്ലൊരു ടേസ്റ്റും മണവും ഒക്കെ ഉണ്ട്. അപ്പം നമുക്കിത് നല്ലൊരു വെള്ളനനവില്ലാത്ത ഗ്ലാസ് കണ്ടെയ്നറിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബോട്ടിലോ ഇട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ടാറ്റാ, ബൈ, സീ യു.